നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. പലതരത്തിലുള്ള ഉപ്മാവ് റെസിപ്പികളും മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ചെയ്യുന്നത് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവാണ്. ഇത് അവിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കട്ടി കുറവുള്ള അവിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടി കൂടുതലുള്ള അവിലാണെങ്കിൽ ഒന്ന് കുതിർത്തതിന് ശേഷം ഈ ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുക നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് അവിലാണ്. ഇതിപ്പോൾ 1 കപ്പ് അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് പോഹയും കിട്ടും, റെഡും കിട്ടും. ഇതിപ്പോൾ ഒരു ലൈറ്റ് റെഡ് കളറാണ് എൻ്റെ കയ്യിലുള്ളത്. അത്യാവശ്യം നല്ല തിന്നായിട്ടുള്ള പോഹയാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളതാണെങ്കിൽ അതാണ് ഇനി ഏറ്റവും നല്ലത്. റെഡ് കളറ് നല്ല തിക്കായിട്ടുള്ളത് അതെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഇത് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ അവിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വെള്ളം ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല കട്ടി കുറവുള്ള അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധികം നേരം അത് വെക്കുന്നില്ല. നമ്മളിത് വെക്കും തോറും ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടും. ഉപ്മാവ് നല്ല കട്ടയായി പോവും. അപ്പോൾ തന്നെ ഞാനിത് ഒരു അരിപ്പയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ കട്ടിയുള്ള നല്ല റെഡ് അവിലാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ വെള്ളത്തിൽ കുതിർത്തിട്ട് യൂസ് ചെയ്യുക. ഇതിപ്പോൾ നല്ല തിന്നായതുകൊണ്ടാണ് ഞാൻ അപ്പോൾ തന്നെ ഇതൊന്ന് മാറ്റണേ. ഒരു അരിപ്പയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിലത്തെ ആ വെള്ളം ഒന്ന് പോകാനായിട്ട്. അപ്പോൾ പോഹയുടെ ആ തിക്നെസ് അനുസരിച്ചിരിക്കും നമ്മളിത് കുതിർക്കേണ്ട സമയം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള പോഹയാണെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് കുതിർത്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഉപ്മാവ് ഉണ്ടാക്കാൻ നോക്കാം. ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാത്രം വെച്ച് ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. ഞാൻ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ചുവന്ന മുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉഴുന്ന്, 1 ടീസ്പൂൺ മതി, ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കപ്പലണ്ടിയാണ്. അപ്പോൾ ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഞാനിപ്പോൾ 1 പിടി കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടി ചെറുതായി ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിരുന്നു, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, ഇപ്പോൾ 1 പച്ചമുളകും 1 ചെറിയ കഷ്ണം സവാള നന്നായി അരിഞ്ഞതും, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കായം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇതിൽ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, അതുപോലെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം ഈ സമയത്ത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച അവിൽ ചേർത്ത് കൊടുക്കുകയാണ്. കൈ കൊണ്ടൊന്ന് ഉടച്ചിട്ട് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈവനിങ് സ്നാക്കായിട്ടോ
മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നാളികേരം ഉള്ളവർക്കാണെങ്കിൽ ഈ സമയത്ത് ഒരു 2 ടീസ്പൂൺ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് കുറച്ച് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ നീര്. അപ്പം അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ആ ഒരു പുളിയും. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പോഹ ഉപ്മാവ് റെഡിയായി. അല്ലെങ്കിൽ അവിൽ ഉപ്മാവ്. സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കും കൊടുക്കാൻ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഫോട്ടോ എനിക്ക് അയച്ചു തരിക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി ഇതുപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.